ഞാനൊരു കാര്യം പറയട്ടെ, തൽക്കാലം നമുക്ക് ഉമ്മടുത്ത് ചോദിക്കാം. ഉമ്മാക്ക് ഇന്നലെ പെൻഷൻ കാശ് വന്നിട്ടുണ്ടായിരുന്നു. അത് വെറുതെ അവിടെ ഇരിക്കുമല്ലേ, നമുക്കതങ്ങോട്ട് മേടിച്ചിട്ട് പൈസയും കൂടെ നമ്മുടെ കയ്യിരിക്കുന്നവിടെ കൂട്ടി നമുക്ക് ആ ലോൺ അങ്ങ് അടയ്ക്കാം. അയാളാണെങ്കിൽ അറിയാമല്ലോ, വിളിച്ച് 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 ഒരു സ്വൈരം തരത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ എടുക്കാതിരിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ വരും. പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇന്ന് തന്നെ അടച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. ഉമ്മക്ക് നമുക്ക് പിന്നെ കൊടുത്താൽ പോരെ. നിങ്ങൾക്ക് ജോലി ചെയ്യുന്ന കാശ് കിട്ടുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ അങ്ങ് കൊടുത്താൽ മതി. നമുക്ക് അടുത്ത ചോദിച്ചു നോക്കാം. എന്നാ പിന്നെ നീ അങ്ങനെ തന്നെ ചെയ്യ്. നീ പോയി മടി ചോദിക്ക്. ഞാനിപ്പോഴത്തേക്ക് റെഡിയാകാം. ഉമ്മായിക്ക് പിന്നെ കൊടുക്കാവില്ല. സമാധാനമുള്ള കാര്യമല്ലേ, നീ ചെല്ല്. ഞാൻ ചോദിച്ചിട്ട് വരാം. നിങ്ങളോട് നിൽക്ക്. ഹോസ്പിറ്റൽ കേസായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്ന് ചോദിച്ചത്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കത്തില്ലായിരുന്നു. പിന്നെ മതിയായിരുന്നു എനിക്ക്. പെട്ടെന്നൊരാവശ്യം വന്നപ്പോൾ എൻ്റെ കയ്യിലൊന്നും ഇല്ലായിരുന്നു. അതാ ഇങ്ങോട്ട് ഓടി വന്നത് ഞാൻ. ഓ, അത് സാരമില്ല. എന്നാലും നിനക്ക് ഞാൻ പൈസ തരണം. ഇപ്പം നിനക്ക് വലിയൊരു അത്യാവശ്യം വന്നുകൊണ്ടല്ലേ നീ ഓടി വന്നത്. ഇന്നലെ എനിക്ക് ഇനി പെൻഷൻ കാശ് കിട്ടിയതുകൊണ്ട് നിനക്ക് തരാൻ പറ്റി. ഇപ്പം നിനക്ക് മടി കൂടാതെ ഞാൻ എനിക്ക് തന്നാലേ നാളെയും വന്ന് എനിക്ക് ചോദിക്കുമ്പോൾ എനിക്ക് മടി കൂടാതെ എനിക്ക് തരത്തുള്ളൂ. അത്രേ കരുതിയാൽ മതി. അനെന്താ, സാരമൊന്നുമില്ല. ഹോസ്പിറ്റൽ കേസല്ലേ. എന്തുവാ അമ്മ? പോയ ഒന്നുമില്ല മോളെ. ഇവിടെ നിന്ന് തന്നെ പല തവണയായിട്ട് കുറച്ച് കാശ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ട, ഈ പെൻഷൻ കാശൊക്കെ വരുമ്പോൾ ഇച്ചിരി ഇച്ചിരി കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ മേടിച്ചതാണ്. പല തവണയായിട്ട് മേടിച്ചപ്പോൾ എല്ലാം കൂടി ഒരു 30,000 രൂപ ആയി. അപ്പോൾ അവൾക്ക് ആവശ്യമുള്ളപ്പം കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അവൾ എൻ്റെ തന്നത്. അപ്പോൾ ഇപ്പോൾ വലിയൊരു അത്യാവശ്യം, മോടെ കൊച്ചു ഹോസ്പിറ്റലിലാണ്. ഇന്നലെ രാത്രിയിൽ ഞങ്ങളുടെ കൊച്ചിനെ അഡ്മിറ്റ് ആക്കിയത്. അപ്പോൾ അവൾ ഹോസ്പിറ്റലിൽ പോകാൻ ഒരുങ്ങും. അപ്പോൾ പൈസ ചോദിച്ചാൽ വന്നത്. കുരുത്തം പോലെ ഇന്നലെ ഉമ്മയ്ക്ക് പെൻഷൻ കാശ് വന്നതുകൊണ്ട് കൊടുക്കാൻ പറ്റി. അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നേനെ. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. എന്നിട്ട് ഉമ്മ പൈസ കൊടുത്താ? ആ, തന്നു മോളെ. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് പോട്ടെന്നാ. ജോലിയൊക്കെ ഒതുക്കിയിട്ട് വേണം ഇനി ഹോസ്പിറ്റലിലോട്ട് പോകാനെന്നാ. ശരിയെന്നാ. ആ ശരിയടി, ഞാനേ പിന്നെ വരാം അങ്ങോട്ട്. അവൻ പോയോ മോനെ? ഇല്ല, പോകാനൊരുങ്ങുന്നു. എന്താ മോളെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത്? എന്തു പറ്റി? ഒന്നുമില്ല അമ്മ. ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെന്ന്. ആ, നീയാ? വാ. എന്തായാലും നിൻ്റെ അഭിനയം സൂപ്പറായിട്ടുണ്ട്. ആ, വിശ്വസിച്ച മട്ടാണ് എൻ്റെ മോനും മരുമോളും ഒക്കെ. അതുകൊണ്ട് എൻ്റെ പൈസ എൻ്റെ കയ്യിലോട്ട് കിട്ടി, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ കൊള്ളാം. നീ അഭിനയിക്കാൻ ആൾ മിടിക്കുകയാണല്ലോടി. അഭിനയോ? എന്താ അഭിനയം? ആ, മതി മതി മതി. അഭിനയിക്കാൻ പറഞ്ഞതേ എൻ്റെ മോൻ്റെ അടുത്തും എൻ്റെ മരുമോളുടെ അടുത്തുമാണ് അഭിനയിക്കാൻ പറഞ്ഞത്. അല്ലാതെ ഇവിടെ മതി, ഇവിടെ എൻ്റെ അടുത്ത് അഭിനയിക്കുകയൊന്നും വേണ്ട നീ. എന്തായാലും നീ വന്നത് ഏറ്റവും വലിയൊരു ഉപകാരമാണ് പൊന്നുമോളെ. എപ്പോഴും അത് തന്നെയാടി. എനിക്ക് എൻ്റെ പെൻഷൻ കാശ് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അവനിക്ക് എവിടെന്നെങ്കിലുമൊക്കെ ഒരു പ്രശ്നം കൊണ്ടുവരും. പിന്നെ പൈസ തരുമോ? തരും. അതിൻ്റെ പകുതിയെ എനിക്കത് കിട്ടത്തുള്ളൂ. നമുക്ക് ചോദിക്കാനും പറ്റത്തുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ നാടകം കളിച്ചത്. എൻ്റെ ഒരു 10 രൂപ പൈസ വന്നെന്ന് കണ്ടാലും എവിടുന്നെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വരും. എനിക്ക് അവിടെ കൊടുക്കാനുണ്ട്, ഇവിടെ കൊടുക്കാനുണ്ട്, അത് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വല്ലാത്ത കഷ്ടം തന്നെയാണ്. എൻ്റെ ഒരു 10 രൂപ ഇരിക്കുന്ന കണ്ടാലും അവൾ ഓടിച്ചെന്ന് അവന് പിന്നെ പറഞ്ഞു കൊടുക്കും. അവിടെ കെട്ടിനടുത്ത് ദേ ഉമ്മയുടെ പൈസ ഇരിപ്പോൾ നിങ്ങളതങ്ങോട്ട് മേടിക്കുമെന്നും പറഞ്ഞുകൊണ്ട്. മോനൊക്കെ ശരിയാ, എൻ്റെ കാര്യമൊക്കെ നോക്കുന്നു എന്നും പറഞ്ഞ് എനിക്ക് ഈ പെൻഷൻ കിട്ടുന്ന കാശുകൊണ്ട് എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ നടത്തിക്കൂടെ? അവൻ കടം മേടിച്ചാൽ തരും. ഞാൻ പറയില്ലേ, അതിൻ്റെ പകുതിയേ എനിക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് ചോദിക്കാനും പറ്റും, അതും പറ്റത്തില്ല. അങ്ങനെ ഇരുന്നപ്പോഴേ എനിക്ക് ഈ ബുദ്ധി അങ്ങോട്ട് ഓടി വന്നത്. അതുകൊണ്ട് ഇപ്പം എനിക്ക് തന്നേന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പൈസയ്ക്ക് ചോദിച്ചും വരുത്തുമില്ല. ആ പ്രതീക്ഷിച്ച് എവിടെ ഇരിക്കത്തുമില്ല. ഓ, അതുകൊണ്ടാണ്. നീ ആ പൈസ ഇങ്ങ് എടുത്തോണ്ട് വാ. എനിക്കിന്ന് എൻ്റെ മോളുടെ അടുത്തൊന്ന് പോകണം. ചെല്ല്. ഏത് പൈസ? നീ മനുഷ്യനെ മടിയാക്കല്ലേ. നീ രാവിലെ ഞാൻ തന്ന പൈസ അല്ലേ എൻ്റെ വീട് വെച്ച് തന്ന? ആ പൈസ ഇങ്ങനെ എടുത്തോണ്ട് തരാൻ, അല്ല നിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് തരാനല്ല പറഞ്ഞത്. ചെല്ല്. പൈസയോ? ആര് തന്ന പൈസ? എപ്പോൾ തന്ന പൈസ? നിനക്ക് നല്ല വട്ട് വല്ലതും ഉണ്ടോ? പൈസ. ആ, കൊള്ളാം കൊള്ളാം കൊള്ളാം. നിനക്കെന്താടി മറന്നു പോയാ?
രാവിലെ ഇപ്പം ഞാൻ പറഞ്ഞത് വല്ല ബോധമില്ലേന്ന് എനിക്ക്. നീ എന്താ വല്ല കഞ്ചാവ് അടിച്ചോണ്ടാണോ നീ എൻ്റെ വീട്ടിൽ വന്നത്? എടി രാവിലെ നിൻ്റെ കയ്യിൽ ഞാൻ പൈസ എണ്ണി തന്നില്ലടി, ആ പൈസ ഇങ്ങ് തരാനാ പറഞ്ഞത്. നീ ഇതെന്തോ ഇപ്പോൾ ഓർമ്മയൊന്നുമില്ലേ? എൻ്റെ കയ്യിൽ നീ പൈസ തന്നോ? എൻ്റെ കയ്യിൽ പൈസ തന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും സാക്ഷിയുണ്ടോ നീ എനിക്ക് പൈസ തരുന്നതായിട്ട്? ഇത് കൊള്ളാം. ഇപ്പം സാക്ഷ്യം ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. എനിക്ക് നിനക്കും അറിയുന്ന കാര്യങ്ങളല്ലായിരുന്നോ? ഇപ്പം നീ സാക്ഷിയെ കൊണ്ട് ചോദിക്കുന്നത് എന്തിനാ? ചുമ്മാ ഒരു നാടകം കളിക്കാനല്ലേ നിന്നോട് പറഞ്ഞത്. ആ പിന്നെ ഒരു കാര്യം, എൻ്റെ മരുമോളുണ്ടായിരുന്നല്ലോ നിനക്ക് ഞാൻ പൈസ തരുമ്പോൾ, അത്രയും പോരെ സാക്ഷി? നീ കുഞ്ഞു കളിക്കാതെ പൈസ എടുത്തിട്ടോ. ഓ, മരുമകൾ സാക്ഷിയുണ്ട്. ആ അത് സത്യമാണ്. പക്ഷേ ഈ മരുമകൾക്ക് അറിയാവോ ഞാനും നീയും നാടകം കളിച്ചിട്ടാണ് പൈസ എൻ്റെ തന്നേന്ന്? അതറിയത്തില്ലല്ലോ. നീ മരുമോടത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? എനിക്ക് പൈസ തരാനുണ്ടെന്ന്. അപ്പോൾ അതിനവൾ സാക്ഷിയാണ്. ഇപ്പം ചെന്ന് പറയാൻ പറ്റുമോ ഞങ്ങൾ നാടകം കളിച്ചാണ് എനിക്ക് പൈസ ഒന്നും തരാൻ പറ്റില്ലെന്ന്? അപ്പോൾ പിന്നെ തെളിവില്ലല്ലോ. ഇതിപ്പോൾ നീ ചെന്ന് നിൻ്റെ മോൻ്റെ അടുത്തോ മരുമോടത്തോ പറഞ്ഞാലൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം നീ അവരെയൊക്കെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് എനിക്ക് പൈസ തരാനുണ്ടെന്നാണ്. പിന്നെ എങ്ങനെ സാക്ഷിയാവത്തെ? അതുകൊണ്ട് നീ ഇപ്പോൾ സ്ഥലം വിട്, എനിക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് സമയം കളയാതെ നീ ചെല്ല്. അയ്യോ, ഏത് സമയത്താണോ എനിക്ക് ഈ പൊട്ടബുദ്ധി തോന്നിയത്? എടി നിനക്ക് നാണമില്ലടി എൻ്റെ പൈസ കൈവച്ചോണ്ട് നീ ഇങ്ങനെ വരെ നാടകം കളിക്കാനായിട്ട്? എൻ്റെ മോനെ പേടിച്ചിട്ടാണ് ഞാൻ ഈ നാടകം കളിച്ചത്. ഇപ്പം അതിലും വലുതാണല്ലോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. മര്യാദയ്ക്ക് എൻ്റെ പൈസ തന്നിട്ടുണ്ടല്ലോ. ഇനി ശരിക്കും അറിയത്തില്ല എന്നെ കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. ഈ മര്യാദയ്ക്ക് എൻ്റെ പൈസ എടുത്തോണ്ട് താ. എന്തൊരു കഷ്ടമാണെന്ന് പറയാം തമ്പുരാനെ. ഇത് ഞാൻ ഏത് സമയത്താണോ ഇവർക്ക് ഞാൻ ഈ പൈസ എടുത്ത് കയ്യിലോട്ട് ഞാൻ കൊടുത്തത്? ഞാൻ പറഞ്ഞില്ലല്ലോ, നീ എന്നെ വിളിച്ച് വരുത്തി എനിക്ക് പൈസ തന്നെയല്ലേ. അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യുക? അതെൻ്റെ വരുന്ന വഴി തന്നെ അത് ചിലവായിപ്പോയി. എൻ്റെ പൈസയും ഇല്ല. എനിക്ക് മേടിക്കാൻ പറ്റുന്നെങ്കിൽ നീ മേടിക്കും. അല്ല ഞാനിപ്പോൾ എന്താ പറയാനാ? എൻ്റെ പൈസ നീ തന്നില്ലെന്നുണ്ടല്ലോ, നീ അനുഭവിക്കും. നല്ല രീതിയിൽ തന്നെ നീ അനുഭവിക്കും. നോക്കിക്കും, എനിക്ക് എൻ്റെ പൈസ. അങ്ങനെ ആയിക്കോട്ടെ, ഞാനേ അനുഭവിച്ചോളാം. നീ ഇപ്പം ചെല്ല്. എന്തോ ഒരു കഷ്ടമായിപ്പോയി. എൻ്റെ മോനിക്ക് ഞാൻ കൊടുത്താൽ മതിയായിരുന്നു പൈസ. അങ്ങനെ ആണെങ്കിൽ കൊടുത്തോടെങ്കിലും ഉണ്ടായിരുന്നു. ഈ നാടകം കളിക്കാൻ പോയി കയ്യിൽ ഇരുന്നതും പോയി. ആരോട് ഞാൻ പറയുന്നു?